Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. നിങ്ങൾക്ക് സന്തോഷമാണെന്ന് ഞാൻ ചോദിക്കില്ല. കാരണം അത്ര പവർഫുള്ളായ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെയാണ് നാം കടന്നു പോയത്. അപ്പോൾ നമുക്കറിയാം, പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളായിരിക്കുന്നിടത്ത് എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾ ബൈബിളൊക്കെ മുമ്പ് നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോളമൻ പുതിയ ദേവാലയം പണിത് പ്രാർത്ഥിച്ചപ്പോഴും എന്താ സംഭവിച്ചത്? ആ ദേവാലയത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു. പുരോഹിതർക്ക് പോലും കടന്നു പറ്റാത്തത്ര. സോ ഇത്രയും നേരം ഇത്ര ശക്തമായ സ്തുതി ആരാധനയിലൂടെ നാം കടന്നു പോയപ്പോൾ ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് ആ മഹത്വം നിറഞ്ഞ, കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ഹാളിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 119:130 പറയുന്നു, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഹെബ്രായർ 4:12 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണെന്ന്. നമുക്ക് കർത്താവ് ഒരുക്കി തന്ന ഈ നിമിഷത്തിൽ അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുവാനും അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. സോളമന് ലഭിച്ച ആ പരിശുദ്ധ ആത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും അറിവുമൊക്കെ ഞങ്ങളിലേക്കും പകർന്നു തരണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് സങ്കീർത്തനം 150 ഒരുമിച്ച് വായിക്കാം. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ, കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. 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 നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ആ ഒരു കർത്താവിൻ്റെ ആനന്ദത്തിലാണല്ലേ. മറിയം പറഞ്ഞതുപോലെ, മറിയം എന്താ പറഞ്ഞത്? ഞാൻ കർത്താവിനെ ഓർക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു അല്ലേ. ആ ആനന്ദത്തിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് സെഷൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും നമ്മൾ ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് എന്ന ഈ ശുശ്രൂഷ ചെയ്യുന്നവരാണ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ ശുശ്രൂഷയിലേക്ക് അതിൻ്റെ ഒരു ഭാഗമാകാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൊച്ചു ചോദ്യമാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പ്രൈസ്? സ്തുതി. സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് അല്ലേ. അതായത് പ്രൈസ് അല്ലെങ്കിൽ സ്തുതി എന്ന് പറഞ്ഞാൽ, അതായത് ദൈവസ്തുതിയിലേക്കില്ല, അതിക്ക് മുമ്പായിട്ട് പറയാം. സ്തുതി എന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തുക അല്ലെങ്കിൽ ഉയർത്തുക എന്നാണ്. നമ്മൾ നമ്മുടെ മറ്റുള്ളവരെയൊക്കെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ ആവാം, അല്ലെങ്കിൽ പലരെയും നമ്മൾ പുകഴ്ത്താറുണ്ടല്ലേ. ഇപ്പം നമുക്ക് പാട്ടുകാരെ, ക്വയറിനെ ഇന്ന് തന്നെ നമുക്കിപ്പോൾ എന്തൊക്കെ പറയാം നമുക്ക് ക്വയറിനെ പറ്റി? ക്വയർ ലീഡ് ചെയ്തവരെ പറ്റി വളരെ മനോഹരമായിരുന്നു, പവർഫുള്ളായിരുന്നു, അനോയിൻറ്റിങ് ആയിരുന്നു അല്ലേ. എത്ര നമ്മളെയൊക്കെ സ്തുതിയിലേക്ക്, ആരാധനയിലേക്ക് നയിക്കാനായിട്ട് അവർ വളരെ മനോഹരിച്ചു. അതാണ് പ്രൈസ്, അതായത് സ്തുതിക്കുക, പുകഴ്ത്തുക. അതായത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത ആ കാര്യങ്ങളെ ഓർത്ത് അവരെ ഉയർത്തുവാണ്, പുകഴ്ത്തുവാണ്. അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്നവരെ അവർ ചെയ്യുന്ന ഒരു കാര്യം, അത് പാട്ടാവാം, ഡാൻസ് ആവാം, പ്രസംഗമാവാം, എന്ത് തന്നെ അവർ ചെയ്ത നല്ല കാര്യങ്ങളാവാം,
അല്ലേ, അവരുടെ ക്യാരക്ടർ ആവാൻ പൊളൈറ്റായിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് സ്തുതി അല്ലെങ്കിൽ പ്രേസ്. അതായത് ഉയർത്തുക, പുകഴ്ത്തുക. ഓക്കെ, നമ്മളിപ്പോൾ ദൈവസ്തുതിയിലോട്ട് വരികയാണെങ്കിലോ, അതായത് ദൈവം ചെയ്ത ആ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവം ചെയ്ത ആ അത്ഭുത പ്രവർത്തികൾ, അതിനെ നമ്മൾ ഉയർത്തുന്നതും പുകഴ്ത്തുന്നതും. അല്ലെങ്കിൽ വേറൊരു വാക്കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്തായിരിക്കുന്നു എന്നതും ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ അല്ലെങ്കിൽ ശക്തമായ പ്രവർത്തികൾ. നമ്മളിപ്പോൾ സങ്കീർത്തനത്തിൽ വായിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ, ശക്തമായ പ്രവർത്തികളെ പ്രതി, അല്ലേ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അവിടുത്തെ സ്തുതിക്കുവിൻ. അത് ചെയ്തിട്ടുണ്ട്, ശക്തമായ പ്രവർത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അതായത് ദൈവസ്തുതി എന്ന് പറയുന്ന നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് ചെയ്യുന്നത് അവിടുത്തെ സ്തുതിക്കുക. അതായത് അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവം എന്തായിരിക്കുന്നെന്ന് നമ്മൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികളെ പ്രതി അല്ലെങ്കിൽ ചെയ്ത ശക്തമായ പ്രവർത്തികളെ പ്രതി നമ്മൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അവിടുന്ന് ആരാണെന്ന് നമ്മൾ ഏറ്റുപറയുക. നമ്മൾ എന്തെപ്പോഴും പറയില്ലേ, അത്യുന്നതനായ ദൈവമാണ്, അല്ലേ, നമ്മുടെ രക്ഷകനായ ദൈവമാണ് പറയാറുണ്ടോ? മഹത്വപൂർണമായ ദൈവമാണ്, ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവനാണ്, മഹത്വത്തിന് ഏറ്റവും യോഗ്യനാണ്. അതായത് എന്തായിരിക്കുന്നു, അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന സ്തുതി. അതായത് ദൈവം എന്തായിരിക്കുന്നു എന്നതും അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്, അവിടുന്ന് ചെയ്ത പ്രവർത്തികളെ പ്രതി. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചെങ്കടലിനെ വിഭജിച്ചു, അല്ലേ, അത്രയും കഴിവുള്ള കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ള, താൻ സൃഷ്ടിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ പരിപാലിക്കാൻ കഴിവുള്ള ദൈവം. അതായത് കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ, അതായത് രോഗികളെ സുഖപ്പെടുത്തുന്നു, കടലിന് മീതെ നടക്കുന്നു. എന്തൊക്കെയാണ് ചെയ്തത് കർത്താവിന്? നമ്മൾ നേരത്തെ ഇപ്പോൾ സ്തുതിയുടെ സമയത്ത് പറഞ്ഞു, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതിനെ ഓർത്ത് നമ്മൾ സ്തുതിക്കുന്നു. അപ്പോൾ വേറൊരു ടേമിൽ, ഇപ്പോൾ ഒരു ഡെഫിനിഷൻ എന്ന രീതിയിൽ പറയുവാണെങ്കിൽ, ദൈവത്തിൻ്റെ വ്യവസ്ഥകളില്ലാത്ത അനന്ത സ്നേഹത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നാം നൽകുന്ന ആനന്ദപൂർണമായ മറുപടിയാണ് അല്ലെങ്കിൽ നന്ദി പ്രകാശനമാണ് സ്തുതി. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ, ഇച്ചിരി കട്ടി വാക്കുകളാണ്, പക്ഷേ നമ്മളത് ഹൃദയത്തിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ദൈവത്തിൻ്റെ വ്യവസ്ഥകളില്ലാത്ത, അൺകണ്ടീഷണൽ, വ്യവസ്ഥകളില്ലാത്ത അനന്ത സ്നേഹത്തിന്, അതായത് ഇൻഫിനിറ്റ് ലവ് അല്ലെങ്കിൽ ആ അനന്തമായ സ്നേഹത്തിന്, അതിൻ്റെ ആ വിശ്വസ്തതയ്ക്ക്, അതായത് ആ വിശ്വസ്തനാണല്ലേ കർത്താവ്, വിശ്വസ്തനായ ദൈവം, വാഗ്ദാനങ്ങൾ ആ വിശ്വസ്തതയ്ക്ക്. കാരണം കർത്താവ് പറയുന്നതൊക്കെ നമുക്ക് നിറവേറ്റി തരുന്നുണ്ട്, കർത്താവ് കൂടെ ഉണ്ടെന്ന് പറയുന്നു, നീ ഭയപ്പെടേണ്ട. അപ്പം അതുപോലെ ആ വിശ്വസ്തതയ്ക്ക് നാം കൊടുക്കുന്ന, നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, അല്ലേ, അവിടുന്ന് തന്നതല്ലാതെ, ജീവൻ മുതൽ ഈ ലോകത്തിലേക്ക് വന്നത് മുതൽ കർത്താവ് തന്നതല്ലാതെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് കൊടുത്താലും നമുക്ക് കിട്ടിയതേ തിരിച്ചു കൊടുക്കാനുള്ളൂ, അല്ലേ. അപ്പം അതിന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒന്നാണ് ആനന്ദപൂർണമായ ഒരു മറുപടിയാണ് സ്തുതി. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ശരിക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ദൈവം എന്തിനായിരിക്കും സൃഷ്ടിച്ചത്? അതായത് ആ സ്നേഹത്തിലൂടെ, അതായത് ദൈവത്തിൻ്റെ ആനന്ദം അല്ലെങ്കിൽ ദൈവം തൻ്റെ സ്നേഹം അല്ലെങ്കിൽ ആനന്ദം സ്നേഹത്തിലൂടെ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഏശയ്യ 43:21 പറയുന്ന ഒരു വചനമുണ്ട്, ആർക്കെങ്കിലും പറയാമോ? എന്നെ സ്തുതിച്ചു മഹത്വപ്പെടുത്താൻ ഞാൻ സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് അരുവിയും ഞാൻ ഒഴുക്കി. എന്താ ആദ്യത്തെ പറഞ്ഞത്? ഞാൻ സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത, അതായത് എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ. എന്തിനു വേണ്ടിയിട്ടാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്? എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ എന്താ ദൈവം ചെയ്തത്? ഞാൻ സൃഷ്ടിച്ച് തെരഞ്ഞെടുത്തു. കാരണം ഈ പറഞ്ഞ പോലെ ഈ ലോകത്തിൽ ഇത്രയും ദൈവമക്കളുണ്ടെങ്കിലും എത്ര പേരെയാണ് ദൈവം സ്തുതിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇപ്പോഴും ഈശോ അറിയാത്തവർ ഒരുപാട് പേരില്ലേ? ദൈവത്തിൻ്റെ മഹത്വം അറിയാത്ത ഒരുപാട് മക്കളുണ്ട്. അപ്പം നമ്മളെപ്പോലെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് വേണ്ടി എന്താ പറയുന്നത്? അപ്പം അതിനുവേണ്ടി എന്തൊക്കെയാണ് ദൈവം ചെയ്തത്? അവർക്ക് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് അരുവികളും ഞാൻ ഒഴുക്കുന്നു. അതാണ്. അതായത് നമുക്ക് അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സ്തുതി എന്ന് മനസ്സിലായോ? ഓക്കെ. ഇതിലൊരു പോയിന്റ് ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്യാം. നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളൊരു കാര്യമാണ് നന്ദി.
ഈ പ്രേസ് സ്തുതിക്കുമ്പോൾ നന്ദി കൂടെ പറഞ്ഞാൽ എന്താന്ന്. കാരണം ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് നന്ദി പറയുവേൻ, കർത്താവിന് നന്ദി പറയുവേൻ. അവിടുത്തെ മാത്രം ഈ നന്ദി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദി ഉദ്ദേശിക്കുന്നത് എനിക്ക് ലഭിച്ച ജോലിക്കോ എനിക്ക് ലഭിച്ച അതിനെ ഓർത്തല്ല. അതിനൊക്കെ നമ്മൾ അപ്പാപ്പ നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഇല്ലേ? ഇതെന്താ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വചനത്തിൽ പറഞ്ഞില്ലേ, എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവേൻ, അല്ലേ? അപ്പോൾ ആ നന്ദി എന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ സ്തുതിക്കുമ്പോൾ നന്ദി എന്നുള്ളത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, കൃതജ്ഞതയോടെ, കർത്താവ് നമ്മുടെ പരിപാലിക്കുന്ന ദൈവത്തിന് ആ ഫുൾനെസ്, നമ്മുടെ ഹൃദയത്തിലുള്ള ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെ നമ്മൾ സ്തുതിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ല? കർത്താവ് ചെയ്ത ആ എന്താ പറയുക, സൗഖ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനസ്സിലായി? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. അപ്പോൾ നമുക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് സ്തുതിക്കണമെന്ന് നമ്മളിപ്പോൾ ചോദിച്ചു. അപ്പം ഞാൻ ആ പോയിന്റ് പറഞ്ഞു, എന്തിനാ അവിടുന്ന് നമുക്ക് വേണ്ടി നാം എന്തിന് ദൈവത്തെ സ്തുതിക്കണം? അതായത് സ്തുതികളിൽ വസിക്കുന്ന കർത്താവിന് സ്തുതിയുടെ ആവശ്യമില്ല. പക്ഷേ ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം, കർത്താവിൻ്റെ ആ തെരഞ്ഞെടുപ്പിൻ്റെ, ആ സൃഷ്ടികർമ്മത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. അടുത്തത്, നമ്മളിപ്പോൾ ഈ കടന്നുപോയി പവർഫുൾ ശക്തമായൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷനിലൂടെയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് മിനിറ്റുകൾക്ക് മുമ്പ് കടന്നു പോയത്. നിങ്ങൾ ആ കൃപയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, എന്താണ് ഈ സമയത്ത് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻസ് വെൻ വി പ്രേസ്? നമ്മൾ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ, നമ്മളായിരിക്കുന്നിടത്ത് എന്താണ് സംഭവിക്കുക? ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. എക്സാക്ട്ലി, നമ്മുടെ ആത്മാവ് ഉയർത്തപ്പെടുന്നു, നമ്മുടെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കപ്പെടുന്നു. നമ്മൾ ഇത് ചെയ്യുന്നത്, അതായത് ഈ സ്തുതിക്കുന്നത്, നമ്മൾ ആരെയാണ് സ്തുതിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ഈ ത്രിയേക ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിലുള്ള ആത്മാവ് ഉയർത്തപ്പെടുന്നു. മനസ്സിലാവും? നമ്മളുടെ പരിശുദ്ധാത്മാവ് ജ്വലിക്കപ്പെടുകയാണ്. ഇതൊക്കെ അറിയാതെ തന്നെ നമ്മളിൽ സംഭവിക്കും. ഈ സ്തുതിയുടെ ഒരു എന്താ പറയുക, അളവുകോലെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം എത്ര തീക്ഷ്ണമാണോ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എത്ര ആഴമാണോ, അത്രയും ആഴത്തിലാണ് നമുക്ക് സ്തുതിക്കാൻ പറ്റുക. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വരുന്നുണ്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ട്? ഇല്ല. ഓക്കെ. അതായത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴം അനുസരിച്ചിട്ടാണ് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ലേ, നമുക്ക് കർത്താവ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ചുമ്മാ എല്ലാം സന്തോഷമായിട്ടൊക്കെ പോകുന്നു, ഓക്കെ. നമുക്ക് പെട്ടെന്ന് ഒരു വലിയൊരു കാറ് നമ്മളെ ഇടിക്കാൻ വന്നു, പെട്ടെന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യും? ദൈവമേ നന്ദി, അത്രയും നേരം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ ആ വിശ്വാസം, പെട്ടെന്ന് അത് കർത്താവാണ് നമ്മളെ സംരക്ഷിച്ചുള്ള വിശ്വാസം വന്നപ്പോഴാണ് ദൈവത്തിന് നമ്മൾ നന്ദി പറയാനോർത്ത്. അല്ലാതെ നടക്കുമ്പോൾ ഓരോ നിമിഷം ദൈവമേ നന്ദി. പക്ഷെ നമ്മൾ വി ആർ എക്സ്പെക്റ്റഡ് ടു താങ്ക് ഗോഡ് ഈച്ച് ആൻഡ് എവറി ടൈം, ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്, അല്ലേ? അതെ. പക്ഷേ നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ആ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുക. അടുത്തതായിട്ട് നമുക്ക് എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ്? കാരണം നിങ്ങളൊക്കെ, എനിക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പുതിയതായിട്ട് വന്നവരല്ല, ഒരുപാട് എന്താ പറയുക, ശുശ്രൂഷകൾ ചെയ്തവരും പ്രയറുകളിലൂടെ ഒരുപാട് കൂട്ടായ്മകളിലൂടെ കടന്നുപോയി പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ ചെയ്തവരാണ്. അപ്പം നിങ്ങൾക്ക് വേറെ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയാമോ? എന്തും ഷെയർ ചെയ്യാം. നമ്മൾ ആത്മാവ് ഉയർത്തപ്പെടുന്നു അല്ലെങ്കിൽ ജ്വലിക്കപ്പെടുന്നു, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയപ്പെടുന്നു. അതായത് ഈശോയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ആ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം അറിയാത്തവരുണ്ടോ? മനസ്സിലാകാത്തവർ, ഏതെങ്കിലും ഒരിക്കലെങ്കിലും ഈശോയുടെ സാന്നിധ്യം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല, അല്ലേ? കാരണം നിങ്ങൾ ഈശോയുടെ സാന്നിധ്യം മനസ്സിലായതുകൊണ്ടും ഈശോയുടെ ആ ഒരു വലിയ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈശോയെ വിട്ടു പോകാതെ, അല്ലെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റർ വിളിച്ചപ്പോൾ വന്നത്, വെറ്റി ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ കോർഡിനേറ്റർ വിളിച്ചതുകൊണ്ടല്ല. എന്താ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനാ? നിങ്ങൾ ഫലം പുറപ്പെടുവിക്കേണ്ടതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കേണ്ടതിനും വേണ്ടി. അപ്പോൾ ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു.
പിന്നെ വേറെ എന്താണുള്ളത്? നമുക്ക് ഒരുപാട് ബോധ്യങ്ങൾ കിട്ടുന്നു, ഒരുപാട് പെർസെപ്ഷൻസ്, കൺവിക്ഷൻസ് ഒക്കെ കിട്ടും. നമുക്ക് എന്താ പറയുക, ഒരുപാട് ബോധ്യങ്ങളൊക്കെ കിട്ടുന്ന, തിരിച്ചറിവുകളൊക്കെ കിട്ടുന്ന സമയമാണ് നമ്മൾ സ്തുതിക്കുമ്പോൾ. ആണോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. പിന്നെ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ്. ഇപ്പം നിങ്ങൾ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് കടന്നു വന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രൈസിൻ്റെ വർഷിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ഇൻറ്റൻഷൻസ് പറയുമോ, നമ്മളൊന്നുമല്ല നമ്മുടെ വേദനകൾ ഈശോയെ അത് മാറ്റി തന്നെ ഇത് അല്ല. നമ്മൾ ദൈവത്തിനെ, ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ 2 പോയിൻ്റാണ്, ദൈവം ആയിരിക്കുന്ന എന്തായിരിക്കുന്നോ, പിന്നെ അവിടുന്ന് ചെയ്ത ശക്തവും അത്ഭുതകരമായ പ്രവർത്തികൾ പ്രതി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മളുടെ പ്രോബ്ലംസ് അതൊക്കെ സോൾവ് ആവുന്നു, സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. മനസ്സിലാവുന്നോ? അപ്പോൾ ഈശോയുടെ സാന്നിധ്യം അറിയുന്നു, പരിശുദ്ധാത്മാവ് ജ്വലിക്കപ്പെടുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ ലഭിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം എന്താ പറയുക, നമുക്ക് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പലർക്കും കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഇവിടെ വന്ന ഒരു ബ്രദർ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അതായത് നമ്മളെ തിന്മകളിൽ നിന്നൊക്കെ അകറ്റാനായിട്ടും തിന്മകളിൽ നിന്നൊക്കെ വിടുതലൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് സ്തുതിക്കുമ്പോൾ. അതായത് ആ ബ്രദർ പറഞ്ഞൊരു കാര്യം, ബ്രദർ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു ബ്രദർ ഒരു സ്ഥലത്ത് ഇങ്ങനെ എനിക്കൊന്ന് വണ്ടി എന്തോ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളി കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു തിന്മ ചെയ്യാനായിട്ടുള്ള ആ പ്രേരണയിലൂടെ പുള്ളി കടന്നു പോവാം. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഒരു വലിയ തിന്മയിലേക്ക് പോകാനായിട്ട് ആ ഒരു പ്രേരണ, അതിന് വേണ്ടി പുള്ളി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ബ്രദറിന് മനസ്സിലായി ഇത് ഇങ്ങനെയാണ്, ഇളച്ച് തെറ്റ് ചെയ്യാൻ പോണെന്ന്. ബ്രദറിന് ചെന്ന് പറയാനായിട്ട് ഭാഷ അറിയത്തില്ല, ആ പറയാനുള്ള ഒരു ഇതില്ല. ആ ബ്രദർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദർ അവിടെ നിന്ന് ഹൃദയത്തിലും അതിരം കൊണ്ടും അങ്ങ് നിന്ന് സ്തുതിച്ചു എന്നാണ് പറയണത്. ആ നിന്ന് സ്തുതിച്ചപ്പോൾ, അതായത് സമയത്തിനും ദൂരത്തിനും ഒക്കെ അതീതമായ ദൈവത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങി ചെന്നിട്ട് എന്താ ഉണ്ടായേ, ആ വ്യക്തിയെ, അതായത് ആ വ്യക്തി അതിൽ നിന്ന് തടസ്സപ്പെടുത്തി, ആ തിന്മ ചെയ്യാൻ ആ വ്യക്തി അനുവദിച്ചില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ. അതായത് നമ്മളെ തിന്മകളിൽ നിന്നല്ല, അതിൻ്റെ പ്രവണതകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകൾ? നമ്മൾ അറിയാതെ തന്നെ, ഇതൊന്നും നമ്മൾ ചോദിച്ചതാണോ? അല്ല, അറിയാതെ നമ്മൾ ഈ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളിലേക്ക് ഒഴുകുന്ന കൃപകളാണ്, അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. ഇനി ഞാൻ ചോദിക്കാം, എപ്പോഴൊക്കെയാണ് നമുക്ക് സ്തുതിക്കാൻ പറ്റുക? എപ്പോഴൊക്കെ നമുക്ക് സ്തുതിക്കാം? എപ്പോഴും സ്തുതിക്കാം അല്ലേ? ഓരോ നിമിഷം നമ്മൾ നടക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, എന്താ പറയുക, വാഹനം ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. കാരണം അത്ര സ്തുതിക്ക് അർഹനായ, സ്തുതിക്ക് നമ്മൾ പാട്ട് ഇതിലൊക്കെ കേൾക്കുന്നില്ല, സ്തുതിക്ക് ഏറ്റവും അർഹനാരാ? കർത്താവാണ് അല്ലേ? ആ ഒരു സ്തുതി, ഈ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കും. സംരക്ഷണം, പരിശുദ്ധാത്മാവിൻ്റെ ചെല്ലം, നമ്മൾ ഇടപെടുന്നവരിലൊക്കെ ആ ഒരു അവർക്ക് പോലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഈശോയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് നമുക്ക് അവർക്ക് അനുഭവിക്കാൻ പറ്റും. അതിന് പിന്നെ ഞാനതിൽ നമുക്ക് ബിബ്ലിക്കലായിട്ട് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്തുതിക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴൊക്കെ പ്രേസ് ചെയ്യാന്നുള്ളത്, നമ്മൾ ദാവീദ് സ്തുതിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദാവീദ് എപ്പോഴാണ് സ്തുതിച്ചത്? ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോഴല്ലേ? അതെപ്പോഴായിരുന്നു? വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോയപ്പോൾ എന്താ പറയുക, തന്നെ മറന്ന് സ്തുതിക്കുമായിരുന്നു അല്ലേ? അതെപ്പോഴാ കർത്താവിൻ്റെ ആനന്ദം, അതായത് എൻ്റെ ദൈവം എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള ആ വാഗ്ദാന പേടകം കൊണ്ടുപോകാന്നുള്ള സന്തോഷത്തിൽ, ആനന്ദത്തിലാണ് സ്തുതിച്ചത്, മറിയം പറഞ്ഞതുപോലെ അല്ലേ? പിന്നെ അപ്പോൾ അതൊരു എന്താ പറയുക, സന്തോഷത്തിലാണ് സ്തുതിച്ചത്. തീച്ചൂളയിൽ നമ്മൾ നേരത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ് കേട്ടതുപോലെ തീച്ചൂളയിലായിരുന്ന യുവാക്കൾ സ്തുതിച്ചോ? ആ സ്തുതിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവദൂതൻ ഇറങ്ങി വന്ന് അവരുടെ കൂടെ സ്തുതിച്ചു. പിന്നെ എന്തായി? തീക്കണങ്ങളൊക്കെ എന്തായി? തണുപ്പുള്ള ജലഗണങ്ങളായിട്ട് മാറി. അപ്പം എന്താ സംഭവിച്ചത്? അപ്പം നമുക്ക് നമ്മുടെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ സ്തുതിക്കാം അല്ലേ? പൗലോസും സീലാസ് എപ്പോഴാണ് സ്തുതിച്ചേ? കീർത്തനം പാടി എപ്പോഴാണ് സ്തുതിച്ചേ? ഓക്കെ. മറിയം എപ്പോഴാണ് സ്തുതിച്ചത്?
അല്ലേ? നമുക്കപ്പോൾ ഓരോ സിറ്റുവേഷൻ, അതായത് സ്തുതിക്ക് അതിന് ബൗണ്ടറീസ് ഇല്ല, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് ഏത് സമയത്തും നമ്മുടെ ഏത് അവസ്ഥയിലും നമുക്ക് സ്തുതിക്കാം. നമ്മുടെ സഹനത്തിൽ, അതായത് ദൈവമേ എനിക്ക് ഈ സഹനത്തെ ഓർത്ത് നമ്മൾ സ്തുതിക്കുന്നു. കാരണം ആ സഹനത്തിൽ നിന്ന് നമ്മൾ എന്താ പറയണേ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അങ്ങനെ ഞാൻ അവിടുത്തെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അതായത് ഓരോ ദുരിതത്തിലൂടെയും ഓരോ സഹനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ രുചിച്ചറിഞ്ഞത്. ആണോ? അല്ലേ? അതെ, നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ തന്ന കൃപ അത് ദൈവത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. നമ്മൾ ആ സഹനത്തിലൂടെ കടന്നു പോയി അതിൽ നിന്ന് കർത്താവ് കൈപിടിച്ചുയർത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓ ഇത്രയും മനോഹരമായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വിടുതലും എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയാനിരിക്കുന്നത്, നമ്മൾ ഏതൊക്കെ പോസ്റ്റേഴ്സ് നമുക്ക് അക്വയർ അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാം, ഏതൊക്കെ ഇതിൽ പൊസിഷൻസ് ഒക്കെ നമുക്ക് ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഏതാണ് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്ത് ചെയ്യാം? നമുക്ക് നിൽക്കാം, കരങ്ങളൊക്കെ നമുക്കറിയാലോ, കരങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ എന്താ ഉണ്ടാവണേ? ഓർക്കുന്നുണ്ടോ? മോസസ് കൈകൾ ഉയർത്തി നിന്നപ്പോൾ എന്താ ഉണ്ടായേ? വിജയം അല്ലേ? കൈ താഴ്ത്തിയപ്പോൾ പരാജയങ്ങൾ. അതുപോലെ അതായത് വിക്ടറി നമുക്ക് കാരണം നമ്മൾ വിശ്വസിക്കുന്നു, അതായത് സ്വർഗത്തിൽ വസിക്കുന്ന തമ്പുരാൻ, ഉന്നതങ്ങളിൽ വസിക്കുന്ന തമ്പുരാൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഏത് പോസ്റ്ററും നമുക്ക് എടുക്കാം, നമ്മളുടെ ഓരോ അവസ്ഥകളനുസരിച്ച്. പക്ഷേ നമ്മളിപ്പോൾ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഈ സെഷനെ നമ്മളെല്ലാവരും കൂടി ഈ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുവരുന്ന അതിൻ്റെ ആ ഒരു ഗൈഡ് ലൈൻസാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വ്യക്തി നമ്മളെ നയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇൻസ്ട്രക്ഷൻസ് പോലെ നമുക്ക് ഒരു കൂട്ടായ്മയുടെ സമയത്ത് നമുക്ക് പോസ്റ്റേഴ്സ് സ്വീകരിക്കുക, ആ രീതികൾ, അല്ലെങ്കിൽ നമ്മളുടെ ഇരിക്കുന്നോ മുട്ടുകുത്തുന്നോ എന്തെന്നായാലും, അല്ലെങ്കിൽ കൈ ഉയർത്തുക, അതിന് നമുക്ക് സ്വീകരിക്കാം. അല്ലാത്ത സമയത്ത് മാത്രമാണ് നമുക്ക് ഏത് രീതിയിലും, അതായത് നമ്മളുടെ വ്യക്തിപരമായ സ്തുതിപ്പിൽ നമുക്ക് എങ്ങനെയായിരിക്കും, ഞാൻ പറഞ്ഞ പോലെ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പേ ആവാം നമുക്ക് സ്തുതിക്കാം, നമ്മൾ നടക്കുമ്പേ ആവാം, ഇരിക്കുമ്പേ ആവാം, ജോലി ചെയ്യുമ്പേ ആവാം, വാഷ് ചെയ്യുമ്പേ ആവാം, വാഷിങ്ങിൻ്റെ സമയത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ആ സ്തുതിയുടെ സെഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ സ്തുതിയെ പറ്റി, ഏതെങ്കിലും ഞാൻ പറഞ്ഞതിൽ? ഓക്കെ, നമ്മൾ സ്തുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ടാണ് കടന്നത്? ആരാധനയിലോട്ട്. അപ്പം ഞാൻ ഈ സ്തുതിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ, അതായത് ലോകത്തിൻ്റേതായ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾ ഒരാളെ പ്രൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ എടുക്കുമ്പോൾ എങ്ങനെയാണ്, അവർ ഭയങ്കര നല്ലതാണ്, നമ്മൾ ഒരു പറയും, എനിക്ക് അയാളുടെ അഭിനയം നല്ല ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അവർ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ട്, ജസ്റ്റ് ക്യാഷ് ഓക്കെ, നന്നായിട്ട് രസമുണ്ട്. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലർ പറയില്ലേ, ആ ഒരു ഫിലിം ആക്ടറിൻ്റെ സിനിമ അങ്ങ് റിലീസാകുമ്പോഴേക്കും ആ ഫസ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിക്ക് കൂട്ടുന്നു, അറിയാം, അതായത് അവരുടെ ആരാധകർ അല്ലേ, ആരാധകർ അവരങ്ങനെ പോകുന്നു. ബാക്കിയുള്ളവരായിരിക്കും എല്ലാവരും കഴിഞ്ഞിട്ട് നമുക്ക് പോയി കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോളോ ആരെങ്കിലും ഒന്ന് അവിടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഓടിപ്പോവോ കാണാൻ? പോവില്ല. അവരോട് അത്രമാത്രം ഇഷ്ടമുള്ളവരാണ് പോകുന്നത് അല്ലേ? അതായത് സ്തുതി, അതായത് ആ ലൈക്സിൽ നിന്ന് നമ്മളൊരു ആരാധനയിലോട്ട് കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഭയങ്കരമായിട്ടൊരു സ്നേഹം. ഓക്കെ, നമ്മൾ ഈ സ്തുതിയുടെ ആ ഔന്നത്യത്തിൽ എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് ദ ഹൈറ്റ്സ്, അവിടെയാണ് നമ്മൾ എന്തിലോട്ട് കടക്കുന്നത്? ആരാധനയിലോട്ട് കടക്കുന്നത്. അതായത് ഈ കർത്താവിൻ്റെ മഹത്വവും ആ സാന്നിധ്യവും എല്ലാം നമ്മളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈശോയെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുണ്ടാവുക, യു എക്സ്പീരിയൻസ് ദ ജീസസ് അല്ലേ? നമ്മൾ ആ ഈശോയുമായിട്ട് ഒന്ന് ചേരുക. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോയും നമ്മളും ഒന്നാകുന്നത് പോലെ നമ്മൾ ഈ സ്തുതി ആരാധനയുടെ ഈശോയും ഞാനും ഒന്നാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലോട്ട് വരിക, തിരിച്ചറിയുക. മനസ്സിലാകുന്നോ? നമ്മൾ ഒന്നായി തീരുന്ന ഒരവസ്ഥയാണത്. ഇത്രയും നാൾ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു, നമ്മളെങ്ങനെ, അതിലൊരു പോയിന്റ് നമ്മൾ വിട്ടത്, നമ്മളെങ്ങനെ സ്തുതിക്കണമെന്ന് അല്ലേ? നമ്മൾ കൈ ഉയർത്തിയത് പോസ്റ്റേഴ്സ് പറഞ്ഞു, അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പറയുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു ക്വയർ,
അതായത് ഗായക സംഘത്തോട് ചേർന്ന് അല്ലേ, കിന്നരവും മീട്ടി അല്ലെങ്കിൽ കൈകൊട്ടി, അതായത് അതാണ് കർത്താവ്. അതായത് വളരെ ആഘോഷത്തോടെ ദാവീദ് സ്തുതിച്ച പോലെ അല്ലേ, കീർത്തനം പാടി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ സ്തുതിച്ച് നമ്മ ഈശോയെ ഒന്നായി, ഈശോയുടെ സാന്നിധ്യം മനസ്സിലായി, നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന, പിന്നെ നമ്മൾ തിരിച്ചറിയണേ എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും അവിടെ നിന്ന് വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈശോയുടെ ആ ഒരു കുഞ്ഞാണ്, എൻ്റെ മോളാണ്, എന്നെ വിട്ട് ഈശോ പോൽ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. അതെവിടെയാണ്? ആരാധന. അങ്ങനെയാണ് നമ്മൾ ആരാധനയിലേക്ക് കടന്നു വരുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്ന ഒരു നിമിഷമാണ്. ആ ഈശോയുടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു മായാലോകത്തിലേക്ക് പറഞ്ഞ പോലെ ആ സാന്നിധ്യത്തിൽ നമുക്ക് നോ വറീസ്, നമ്മൾ ഒന്നിനെ പറ്റിയും ബോധേഡല്ല, നാവും ഈശോയും മാത്രം. നമ്മൾ ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈശോയുമായിട്ട് സംസാരിക്കും, നമുക്ക് ഈശോയായിട്ട് ഒന്നാകുന്ന ഒരു നിമിഷത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ആരാധനയുടെ നിമിഷങ്ങളിൽ നാമും ഈശോയും ഒന്നാകുമ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈശോ നമ്മോട് സംസാരിക്കും. ഈശോ നമ്മോട് സംസാരിക്കുമോ? ദൈവം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിളിലുടനീളം കാണുന്നുണ്ട് അല്ലേ, ആദം മുതൽ അങ്ങോട്ട് അബ്രാഹത്തോട്, മോസസിനോട്, പിന്നെ എന്താ പറയുക, സാമുവേലിനെ വിളിച്ചതൊക്കെ ഓർമ്മയില്ലേ, സാമുവേൽ അങ്ങനെ ഓരോരുത്തരോടും സംസാരിക്കും. പക്ഷെ നമ്മളെവിടെ? കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇരുന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന നിമിഷമാണ് ആരാധനയുടെ നിമിഷങ്ങൾ. ഈ ആരാധിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഒരുപാട് കോലാഹലങ്ങളോ, ഒരുപാട് എന്താ പറയുക, ആ തപ്പുമിട്ടൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമാണ്. കർത്താവ് 46 സംഗീതം 46:10 പറയുന്ന പോലെ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക, ബി സ്റ്റിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ് നമ്മുടെ ആരാധനയിൽ. ആ സമയത്ത് ഈശോ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന, നമ്മളെ കെട്ടിപ്പിടിക്കുന്ന, നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന, നമ്മൾ പാട്ടിൽ പറയുന്നത് പോലെ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യമെന്നൊക്കെ അല്ലേ. കർത്താവ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളനുസരിച്ച് നമ്മളെ അങ്ങ് സ്നേഹിക്കുക, അമ്മയെക്കാളും സ്നേഹത്തോടെ താലോലിക്കുന്ന നിമിഷത്തിലൂടെയാണ് നാം ആരാധനയിലൂടെ കടന്നു പോകുന്നത്. ആ ആരാധനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മൾ പറയുന്നത് വളരെ നിശബ്ദതയിലായിരിക്കുക. കാരണം നമുക്കപ്പോൾ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ പറ്റും. പക്ഷെ ആ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് ഇതിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ വെളിപാടിൽ പറയുന്ന പോലെ ഹൃദയത്തിൻ്റെ വാതിലുകളൊക്കെ നമ്മൾ തുറന്നിട്ട് കൊടുക്കണം. അപ്പം കർത്താവ് അവിടെ വസിക്കും, നമ്മോട് സംസാരിക്കും, നമുക്ക് വേണ്ടത് പറഞ്ഞു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവിക സാന്നിധ്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്കറിയാം, ഈ ആരാധനയുടെ നിമിഷത്തിൽ എന്താ സംഭവിക്കണമെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ഡ്രൈനെസ്സോ അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു റീചാർജിങ് ആണ് ഈ ആരാധന, പ്രൈസ് ആൻഡ് വേർഷിപ്പ്. നമ്മൾ വീണ്ടും ജ്വലിക്കപ്പെട്ട് വീണ്ടും നമ്മളെ സ്തുതിക്കാനും നമ്മളെ കർത്താവിൻ്റെ ആ ഒരു വലിയ ശക്തിയിലായിരിക്കാനായിട്ട് നമുക്ക് കൃപ ലഭിക്കുന്ന നിമിഷങ്ങളാണത്. അതായത് ആഴമേറിയ നിശബ്ദതയാണ് ആരാധനയുടെ പാരമ്യത. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ, കാരണം ആ സ്വരം ശ്രവിക്കാൻ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ഉറക്കെയൊക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു അവസ്ഥ, ആ ഒരു ഇത് കിട്ടുന്നുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുന്നു, നാം അവിടുത്തോട് സംസാരിക്കുന്നു, നമ്മൾ പൂർണ്ണമായിട്ട് അവിടുത്തേതായി മാറുന്ന നിമിഷങ്ങൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ? ഞാനൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ? എനി ഡൗട്ട്സ്? ഓക്കെ. അതായത് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്തുതിയാണ്. സ്തുതി എന്താണ്? പുകഴ്ത്തലാണ്, അല്ലെങ്കിൽ ഉയർത്തലാണ്. അപ്പം ദൈവസ്തുതി എന്താണ്? ദൈവത്തെ പുകഴ്ത്തലാണ്. അതായത് ദൈവം എന്തായിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചെയ്ത ശക്തമായ കാര്യങ്ങളെ പ്രതി, അവിടെ നിന്ന് നമുക്ക് ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികളെ പ്രതി നാം അവിടുത്തെ സ്തുതിക്കുന്നു. ഓക്കെ. എന്തിനാ സ്തുതിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ സ്തുതിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആത്മാവ് ജ്വലിക്കപ്പെടുന്നു, ഈശോയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നു, സംരക്ഷണം ലഭിക്കുന്നു,
സൊല്യൂഷൻസ് കണ്ടെത്തുന്നു, രോഗസൗഖ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ കടന്നു പോയതിനെ പറ്റിയാണ്. ഈ അരമണിക്കൂറിൽ ഇതൊക്കെ നമുക്ക് സംഭവിച്ചോ? സേ യെസ്. കാരണം നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. നമ്മൾ കടന്നു പൂർത്തമായ നമ്മളെന്താ പറയുക, ആ അനോയിൻറ്റിങ്ങിലൂടെ ആയിരുന്നു ഈ അരമണിക്കൂർ കടന്നു പോയത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ദൈവം തന്ന ഈ ഒരു നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയ വചനങ്ങൾ, നമ്മൾ ഇത്രയും നേരം നമ്മോട് സംസാരിച്ച ആ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നാം കേട്ടത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അത് നമ്മളോട് സംസാരിച്ച ആ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം തന്നെ സ്തുതിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനായിട്ടാണ് എനിക്ക് ഈ ജീവിതം തന്നതെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടെ നമ്മുടെ ഓരോ ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you. Praise the Lord. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ഒരു ഗൈഡ് ലൈനാണ്. അതായത് കാരീസ് കുവൈറ്റ് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് പല രീതിയിലും പലതരത്തിലാണ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, എന്താണ് ആരാധനയെന്ന് നമ്മൾ കേട്ടു. അപ്പം നമ്മളിവിടെ ഇരിക്കുന്നവരെ എത്ര പേരുണ്ട് ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ പ്രെയർ മീറ്റിങ്ങിലൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്, അതായത് ഇവിടെ വന്ന് നമ്മൾ മറ്റുള്ളവരെ പ്രൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നവരാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡേഴ്സ്. അങ്ങനെയുള്ളവരെ എത്ര പേരുണ്ട്? പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ ഇവിടെ ഉണ്ടോ? എത്ര പേരുണ്ട്? നമ്മൾ ഒത്തിരിയേറെ പേരുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഇല്ലാത്തവർ ഇനിയും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയിലേക്ക് കടന്നു വരേണ്ടവരാണ്. അപ്പം നമ്മൾ ഇതിന് ഈ നമ്മുടെ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയ്ക്ക് ഒരു ഘടനയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ വന്ന് ആ ശുശ്രൂഷ ചെയ്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഒരു സ്തുതിയും ആരാധനയും ഒന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. അങ്ങനെ ചിലർ ആ ഒരു രൂപത്തിൽ ചെയ്തു, പല ഘടനയിൽ ചെയ്തു വന്നു. പക്ഷേ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ, അത് വർഷങ്ങളായിട്ടുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം 2020 ആ കൊറോണയുടെയൊക്കെ സമയത്ത് നമുക്ക് കുറച്ച് ഓൺലൈൻ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റി. നാട്ടിലെ NCO നാഷണൽ സർവീസ് ടീം നാട്ടിൽ നടത്തിയ പല ഈ ട്രെയിനിങ്, പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ട്രെയിനിങ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കുറേ പേര് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണ് അവർ ചെയ്തത്, അവരെ ക്ലാസ്സസ് ഒക്കെ തന്നു. ഇവിടെ സിറിൽ ജോൺ ബ്രദർ, അതുപോലെ ജസ്റ്റിൻ ജോസഫ്, അങ്ങനെ അവരൊക്കെ ക്ലാസ്സുകൾ തന്നു. പിന്നെ നമ്മൾ കാരീസ് ഇന്റർനാഷണലിന്റെ അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ അവർ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്ന ഗൈഡ് ലൈൻ ഒക്കെ ഉൾപ്പെടുത്തി 2021 നമ്മൾ ഇംഗ്ലീഷിൽ കാരീസിന്റെ ഒരു ഗൈഡ് ലൈൻ പ്രസിദ്ധീകരിച്ചായിരുന്നു. അത് അന്നത്തെ നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടർ ആയിരുന്ന ഫാദർ നോയൽ അൽമേഡ അപ്രൂവ് ചെയ്ത് നമ്മൾ എല്ലാ പ്രയർ ഗ്രൂപ്പിലും അത് നമ്മൾ ചെയ്തു. അതിൻ്റെ ഒരു മലയാളത്തിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്. അത് ഇപ്പം നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടർ ആയിരിക്കുന്ന ജോയി അച്ഛൻ അത് റിവ്യൂ ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്തിട്ട് നമ്മളിപ്പം അതിവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ അതിനൊരു 2 സെഷൻ നമ്മളിവിടെ നടത്തിയിരുന്നു കുവൈറ്റിൽ. പക്ഷെ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ ഒരു ട്രെയിനിങ് സെഷനായിട്ട് നടത്തുന്നതിന് ഇതേപോലെ ഒരു അവസരം കിട്ടിയില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രയർ ഗ്രൂപ്പുകളൊക്കെ ആ കൊറോണയ്ക്ക് ശേഷം പലതരത്തിൽ ഇങ്ങനെ ചില ഗ്രൂപ്പുകളൊക്കെ നമ്മൾ തുടങ്ങിയതൊക്കെ കുറച്ച് ലേറ്റായി. ചിലയിടത്തൊക്കെ ഇപ്പോൾ ചിലപ്പോൾ അബ്ബാസിയിലൊക്കെ ആണെങ്കിൽ തുടങ്ങി പിന്നെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് നമുക്കിപ്പം ഇന്നാണ് ഈ ഒരു അവസരം കൂടെ കിട്ടിയത്. അപ്പോൾ കാറ്റഗിസോ ഒന്നും ഇല്ലാത്തൊരു ദിവസം നമ്മൾ ആയിട്ട് നമ്മൾ ഇന്നിവിടെ കൂടുന്നത്. അപ്പം നമ്മൾ സാധാരണ നമുക്കറിയാം, നമ്മുടെ പ്രെയർ മീറ്റിങ്ങുകളിൽ നമ്മൾ ഇപ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒരു ശുശ്രൂഷ, അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ആ ബുക്ക് മടക്കി വെച്ചിട്ട് പറയുന്നത് കേൾക്കുക. ഞാൻ ആ ബുക്ക് തുറക്കേണ്ട കാര്യം പറയാം, അത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പ്, പിന്നെ അത് കഴിഞ്ഞ് വചന ശുശ്രൂഷ, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന. ഇത് നമ്മൾ അങ്ങനെ ഒരു പ്രെയർ മീറ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പും പിന്നെ ബാക്കിയുള്ള സമയം മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെ മിക്കവാറും ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ഈ ഒരാഴ്ചയിൽ 2 മീറ്റിങ്ങുകളാണ് നമുക്ക് നടക്കുന്നത്. അപ്പൊ ഇതില് അതുപോലെ തന്നെ നമ്മളുള്ളത് യൂക്കറിസ്റ്റിക് അഡറേഷൻ, അത് മൂന്നാമത് നമ്മുടെ ഒരു ശുശ്രൂഷയാണ്. നമ്മൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ട് ആരാധന നടത്തുന്നു.
അങ്ങനെ 3 തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കും. അപ്പം ഈ ആദ്യത്തെ 2 മീറ്റിങ്ങിൽ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് നമ്മുടെ കരിസ്മാറ്റിക് പ്രെയർ മീറ്റിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറിൽ പെടുന്നതാണ്. അപ്പം നമ്മളിപ്പം നമ്മൾ കണ്ടു ഇന്നത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയിൽ, അത് കഴിഞ്ഞിട്ട് സിസ്റ്ററുടെ ക്ലാസ്സിലും കണ്ടു എന്താണ് സ്തുതി, എന്താണ് ആരാധന. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ആ ശുശ്രൂഷ, നമ്മൾ മറ്റുള്ളവരെ ആ ശുശ്രൂഷയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവരെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സ്തുതിപ്പിക്കുന്നതിനായിട്ടുള്ള രീതിയിലാണോ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്, ആ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമ്മൾ ഇപ്പം അറിയാം, നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ കാണുമ്പം അതിനെ ഒരു മുൻധാരണകളിലൊന്നും ഇരിക്കരുത്. ഒരു ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കുക, അത് ഹൃദയം തുറന്നു വെക്കുക. അതിനെപ്പറ്റി അല്ലെങ്കിൽ നീ ആരാണ് ഇവിടെ വന്ന് ഇതിനെപ്പറ്റി എന്നോട് പറയാൻ? ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ മറ്റേ ആരാധന അവിടെ റിട്രീറ്റ് സെന്ററിൽ 15 വർഷം അവിടെ ഈ ശുശ്രൂഷ ചെയ്തതാ, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ നിങ്ങളാരാണെന്നൊക്കെ ചോദിക്കുക. അങ്ങനെയുള്ള ചിന്തയൊന്നും വരരുത്. അങ്ങനെയൊന്നും ചിന്തകളൊന്നും വരാതെ നമ്മൾ വളരെ ഓപ്പൺ ഹാർട്ടായിട്ട് നമുക്കിത് ശുശ്രൂഷ നന്നാക്കണം. അതിനാണ് നമ്മളൊരു ശ്രമം നടത്തേണ്ടത്. അപ്പോൾ എന്താണ് എൻ്റെ ഭാഗത്തു നിന്നൊരു മാറ്റം വരുത്തേണ്ടത്, അത് നമ്മൾ അറിയണം. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയ്ക്ക് നമ്മൾ അവിടെ കയറി നിന്നിട്ട് നമ്മൾ പലരും ചെയ്യുന്നത് ഒരു അനുതാപ ശുശ്രൂഷയാണ് ചിലർ ചെയ്യുന്നത്. ദൈവത്തെ വന്നിട്ട് അവിടെ നിന്നിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന അത് മറന്നുപോയിട്ട് കർത്താവേ ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അനുതപിക്കുകയാണ്. എല്ലാവരും ആ പാപ അവസ്ഥയിലായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത്, ഞങ്ങൾക്ക് മോചനം തരണമെന്നും പറഞ്ഞൊരു പ്രാർത്ഥന. അത് അനുതാപ ശുശ്രൂഷ നടത്തി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2 സ്തുതിയുടെ 2 പാട്ട് അല്ലെങ്കിൽ പാടി അത് തീരും. അതൊരു ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. വന്നിട്ട് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറയലിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തും. അതൊന്ന്. രണ്ടാമത് ചിലർ ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് വന്ന് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം, വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും ഇരിക്കുന്നത്, ദൈവമേ കനിയണമേ എന്ന് പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് ഇടയ്ക്ക് നമ്മൾ 2 പാട്ടൊക്കെ പാടിയിട്ട് പോകും. അപ്പോൾ അങ്ങനെയുണ്ട്. ചിലർ വചനം പറയും. വന്നിട്ട് മത്തായി 4:3 ഇങ്ങനെ പറയുന്നു അല്ലേ, അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 20:21 അങ്ങനെ നമ്മൾ വചനം അങ്ങോട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 പാട്ടും പാടും അല്ലേ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പൊതുവെ ഭൂരിപക്ഷം പേരും അതാണ് നടത്തുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വരണം. നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ്, അതിൻ്റെ ആ പേരിൽ തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആ ശുശ്രൂഷ അതാണ്, ദൈവ സ്തുതിയും ആരാധനയും. അതിന് പുറമെ വേറൊന്നും ഇല്ല ആ ശുശ്രൂഷയിൽ. നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാനാണ് നമ്മുടെ കോർഡിനേറ്റർ നമുക്കൊരു ഉത്തരവാദിത്വം തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ആ പോഡിയത്തിൽ നിന്ന് ചെയ്യേണ്ടത് ഇതാണ്, വേറെ ഒന്നും ചെയ്യണ്ട. അതിന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു ഒരു അഭിഷേക പ്രാർത്ഥനയും കൂടി ചെയ്യേണ്ട. കാരണം നമ്മൾ ത്രിത്വൈക ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പം ദൈവത്തിൻ്റെ അനന്ത കരുണ നമ്മളിലേക്ക് ഒഴുകുകയും നമ്മളെ പ്രഭയിലായി തീരുകയും ചെയ്യുകയാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കും. അപ്പൊ അതിനാണ് ആ കോൺഗ്രിഗേഷനെ നമ്മൾ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടി ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ഈ കത്തോലിക്ക സഭയിലെ എല്ലാ പ്രാർത്ഥനകൾക്കും അതിൻ്റെതായ ഒരു ഫോമുണ്ട്, അല്ലെ ഒരു സ്ട്രക്ചറുണ്ട്. ഇപ്പം നമ്മൾ ജപമാല ചൊല്ലുന്നു. ഇപ്പം ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ അളവില്ലാത്ത സ്ഥലതന്മ സ്വരൂപ, പിന്നെ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ വന്ന് ഓരോ ദിവസത്തെ നമ്മൾ ഇപ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ നമ്മൾ മഹിമയുടെ രഹസ്യങ്ങൾ ചൊല്ലും. അപ്പോൾ മഹിമയുടെ രഹസ്യം ഒരാൾ വന്നിട്ട് നമ്മൾ പള്ളിയിലിരുന്ന് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പം അന്ന് ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലുവാണ് ഒരാൾ ബുധനാഴ്ച. അപ്പോൾ അതെന്താ തെറ്റ്? ഇന്നിപ്പോൾ ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലി എന്താ കുഴപ്പം നീ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ദുഃഖത്തിൻ്റെ രഹസ്യം ചെല്ലാം അല്ലേ. പക്ഷേ അന്ന് നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ മഹിമയുടെ രഹസ്യമാണ് ചെയ്യുന്നത്, അപ്പോൾ ചെയ്യണം. അപ്പോൾ വേറൊരു നമ്മുടെ ഒരു എന്താ പറയുന്ന നമ്മുടെ ഒരു ഭൗതിക ജീവിതത്തിൽ പറയാം, നമ്മളെല്ലാവരും സാമ്പാർ വെക്കുന്നു അല്ലേ. സാമ്പാർ വെച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഈ നമ്മുടെ അവിയലിൻ്റെ ഇതാണ് നമ്മൾ കൂട്ടാൻ ഇടുന്നെങ്കിൽ, എന്നിട്ട് നമ്മൾ വിളമ്പുകയാണ് സാമ്പാറാണെന്നും പറഞ്ഞ് വിളമ്പിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമുക്ക് മാറ്റേണ്ടത്. നമ്മളത് മാറണം. നമ്മളത് മാറിയിട്ട് ഇത് സാമ്പാർ തന്നെയാണ്, ഇതാണ് ചേരുവകൾ വേണ്ടത്.
അപ്പോൾ അങ്ങനെ നമ്മളൊരു ഒരു ഒരു മാറ്റത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ നമ്മൾ ഈ സ്തുതി ആരാധന ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ യൂക്കറിസ്റ്റിക് അഡറേഷനും ഉണ്ട്. നമ്മളിപ്പോൾ ആരാധനയുടെ കാര്യം പറഞ്ഞു എങ്ങനെയാണ്, അപ്പം നമ്മൾ പ്രൈസ് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച് ആ ഒരു ഹൈയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ആരാധനയിലേക്ക് കടന്നു വന്ന് ആരാധന ചെയ്ത് അങ്ങനെ ഒരു സൈലന്റിലേക്ക് നിർത്തണം. ഇപ്പം സിസ്റ്റർ പറഞ്ഞതാണ്, ആ സൈലന്റിലേക്ക് നിർത്തി കഴിയുമ്പോൾ അവിടെ ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ശുശ്രൂഷ, ആ പ്രൈസ് ആൻഡ് വർഷിപ്പ് അവസാനിപ്പിച്ച് അപ്പോഴാണ് നമ്മൾ മെസ്സേജസ് ഒക്കെ പറയുന്നത്. ആ ആരാധനയിൽ ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പം നമ്മൾ മെസ്സേജസ് പറയും. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പല നമ്മുടെ വലിയ കൺവെൻഷനിലൊക്കെ കാണുന്നുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിയുമ്പം പുറയിലൊക്കെ കട്ടിലെ ഈ കിടക്കുന്ന തളർവാദ രോഗികളൊക്കെ എഴുന്നേറ്റ് ഓടി സ്റ്റേജിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തക്ക രീതിയിലുള്ള ശുശ്രൂഷകളാണ് നമ്മൾ ഓരോരുത്തരും ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു വരേണ്ടത്. അപ്പം അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മളിത് ഈ ശുശ്രൂഷ ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്നവർ തന്നെ വളരെ ഒരു സന്തോഷത്തോടു കൂടിയൊക്കെ കടന്നു വരണം. അപ്പം മറ്റുള്ളവരെ ആ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കാണുമ്പം നമ്മൾ വിചാരിക്കും ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളെക്കാട്ടും കൂടുതലായിട്ട് ദുഃഖമുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്തിലില്ല എന്ന് വിചാരിക്കും, അല്ലേ? അങ്ങനെ ചെയ്യരുത്. നമ്മളത് ഒരു വളരെ സന്തോഷത്തോടു കൂടി ഈ കോൺഗ്രിഗേഷൻ, നമ്മുടെ കൂടി ഇരിക്കുന്നവർ പലരും ആ ഒരു ദൈവ സ്നേഹം അനുഭവിക്കുന്നതിന് വേണ്ടി ചിലപ്പം വളരെ പ്രശ്നത്തിലുള്ളവരായിരിക്കും വരുന്നത്. അപ്പോൾ അവർ വന്ന് നമ്മൾ അവരെ ആ സ്തുതിയിലേക്ക് കൊണ്ടുവന്നിട്ട്, അവരെ ആ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, അവരെ സ്തുതിച്ച് അവരെയും കൂടെ അതിലേക്ക് ലീഡ് ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട്. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ വേറെ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പാട്ടിൻ്റെ ടീമുമായിട്ട് നമ്മൾ വളരെ ഒരു കോർഡിനേഷൻ ഉണ്ടാകണം ഈ ആരാധന സ്തുതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നേരത്തെ തന്നെ ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ആദ്യം ഒരു പ്രാർത്ഥന ചെയ്യും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിട്ട് ഒരു പാട്ടിലേക്ക് പോകുമ്പം ആ പാട്ടൊക്കെ ആ ടീമുമായിട്ട് നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ട് അവരുമായിട്ട് നല്ല ഒരു കണക്ഷനായിട്ട് വരണം. അല്ലെങ്കിൽ ചിലരൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അത് എന്ത് ചെയ്യും, നിങ്ങളൊരു പാട്ട് സെലക്ട് ചെയ്തോ എന്ന് പറയും, അല്ലെ നിങ്ങളൊരു 2 പാട്ട് ചെയ്തോ, അങ്ങനെ വരും. അതിപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നതെന്ന് ആ പാട്ടുകാർക്ക് അറിയുമോ? ഇപ്പം റിച്ചേട്ടനോട് പറയാം, അങ്ങനത്തെ അറിയില്ലല്ലോ. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അപ്പം നമ്മൾ പിന്നെ ഓരോ ദിവസവും നമ്മൾ ഈ ഒരാഴ്ച ഈ ഒരുങ്ങുന്ന സമയത്ത് ഇതിനു വേണ്ടി ഓരോ ദിവസവും ഈ സ്തുതി ആരാധന നമ്മുടെ മനസ്സിൽ നമ്മൾ ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. നമ്മൾ അങ്ങനെ ആ പരമ ഉന്നതിയിലെത്തിയിട്ടാണ് ഈ പാട്ടിനോടൊക്കെ ചേർന്ന് പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ദിവസം നമ്മൾ വന്ന് മറ്റുള്ളവരെ കൂടെ ഈ സ്തുതിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ അപ്പം നമുക്ക് ഇനിയും അതിൻ്റെ ആ ബുക്കിലേക്കൊന്ന് പോവാം. 11:25. അപ്പം നേരത്തെ നമ്മൾ കണ്ടല്ലോ, നമ്മൾ ആ ജനറലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആ 2ാമത്തെ പാരഗ്രാഫിൽ, ഒരുവന്റെ വിശ്വാസം അളക്കുന്ന തെർമോമീറ്ററാണ് പ്രൈസ്. അത് സിസ്റ്റർ പറഞ്ഞാണ്, വിശ്വാസം എത്രത്തോളം ശക്തമാണോ ആഴപ്പെട്ടതാണോ അത്രത്തോളം ശക്തമായിരിക്കും അവനിൽ നിന്ന് ഉയരുന്ന സ്തുതിപ്പുകൾ. ഈശോ മർത്തായോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുക, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദൈവമഹത്വം ദർശിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കാനാകുക. അപ്പം ദൈവമഹത്വം ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവജനത്തെ ഒരുക്കണം. ആ ദൈവജനത്തെ നമ്മുടെ പ്രെയർ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന ദൈവജനത്തിന് ദൈവമഹത്വം ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ശുശ്രൂഷ കാരണമാണ്. അങ്ങനെ വേണം നമ്മൾ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട്. പിന്നെ ഇതിൻ്റെ അതിൻ്റെ ഘടന പറയുന്നുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന ശുശ്രൂഷ പേര് സൂചിപ്പിക്കുന്ന പോലെ 2 ഭാവമുണ്ട്. സമൂഹത്തെ ദൈവസ്തുതിയിലേക്ക് നയിക്കുക, ദൈവസ്തുതിയിൽ നിന്നും സമൂഹത്തെ ആരാധനയിലേക്ക് നയിക്കുക.
അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തെ തുല്യമായി വിഭജിച്ച് ഈ 2 ഭാഗങ്ങൾ നടത്താം. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ആയിരിക്കും പ്രൈസ് ആൻഡ് വർഷിപ്പിന് കിട്ടുക. ചില ഇതിലൊക്കെ ഒരു 20 മിനിറ്റേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ 5 മിനിറ്റ് മതി നമുക്ക്. 5 മിനിറ്റ് കിട്ടിയാലും 2 മിനിറ്റ് നമ്മളൊരു സ്തുതി, 2 മിനിറ്റ് ആരാധന നമുക്ക് ചെയ്യാം. ഇപ്പം 20 മിനിറ്റാണ് കിട്ടുന്നെങ്കിൽ 10 മിനിറ്റ് സ്തുതി, ഒരു ഇന്ന് ചെയ്ത പോലെ ആ സ്തുതിയുടെ കുറേ സ്തുതിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തെ സ്തുതിച്ചിട്ട് ഒരു സ്തുതിപ്പിൻ്റെ ഒരു പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ആരാധനയിലേക്ക് കൊണ്ടുവന്ന് ഒരു ആരാധനയുടെ ഒരു പാട്ട് പാടി നമുക്ക് ചെയ്യാതെ അങ്ങനെ ആ നമ്മുടെ ടൈമിനെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് നടത്താം. പിന്നെ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനകളും സമൂഹത്തെ പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി ഒരുക്കുന്ന പാട്ടുകളും ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, പരിശുദ്ധാത്മ അഭിഷേകം ആ പാട്ടില്ലെങ്കിൽ സ്തുതി ആരാധന ശരിയാവില്ല എന്ന്. നമ്മുടെ നിർദ്ദേശത്തിൽ അതില്ല. നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ആവശ്യമില്ല. സ്തുതിയും പ്രൈസ് ആൻഡ് വർഷിപ്പ് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ഒന്നാമത്തെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയെ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് നയിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സ്തുതിയുടെ ജീവിതങ്ങളാക്കി ഉയർത്തണം. സ്തുതി ആരാധനയിലൂടെ ഹൃദയങ്ങളെ ഒരുക്കണം. പ്രാർത്ഥനാ കൂട്ടായ്മയുടെ സമയത്ത് മാത്രം നടത്തേണ്ട ഒരു ശുശ്രൂഷയല്ല ഇത്, മറിച്ച് സ്തുതിയുടെ ഹൃദയമായി കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും കൂട്ടായ്മയോട് ചേർന്ന് നാം ദൈവത്തെ സ്തുതിക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഒരു അസൈൻമെന്റ് തന്നാലും മിക്കവാറും അറിയാം, എല്ലാ ഗ്രൂപ്പുകളിലും അത് 2 മാസം അല്ലെങ്കിൽ 1 മാസം മുമ്പൊക്കെ നമുക്ക് അസൈൻമെന്റ് തരും എന്നാണ് നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷ വരുന്നത്. അപ്പം അതനുസരിച്ച് അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം, നമ്മുടെ പേഴ്സണൽ പ്രേയറിൽ ഒരുക്കണം. നമ്മൾ സ്തുതി ആരാധനയിലൂടെ അങ്ങനെ ഒരുക്കി വേണം നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ പലപ്പോഴും പറ്റുന്ന എന്താണ്, തലേ ദിവസം കോർഡിനേറ്റർ വിളിച്ചു പറയുമ്പോഴാണ് ഓർക്കുന്ന നാളെ എനിക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ടല്ലോ അല്ലെ. അന്നേരം എന്തെങ്കിലുമൊക്കെ ആയി പാട്ടുകാരെ വിളിക്കും, അവരോട് പറയും നിങ്ങൾ എന്തെങ്കിലും എടുത്തോ. അങ്ങനെ അതൊക്കെ ഒഴിവാക്കണം നമ്മൾ. അപ്പം നമ്മുടെ നമുക്കറിയാം ഇപ്പൊ കുവൈറ്റിൽ കരിസ്മാറ്റിക് പ്രെയർ മീറ്റിങ്ങുകളിലൊക്കെ നമ്മുടെ ശുശ്രൂഷകളുടെ ആ ചൈതന്യം കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അതിലൊരു മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ പണ്ട് പ്രെയർ മീറ്റിങ്ങിൽ വന്നിരുന്ന ആളുകൾ ഇപ്പം നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നില്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കാണേണ്ടത് നമ്മുടെ ശുശ്രൂഷകള് ദൈവജനം ആഗ്രഹിക്കുന്ന പോലെ സർവീസ് ടീമിലുള്ള ലീഡർഷിപ്പിന് അത് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ആൾ കുറയുന്നത്. അപ്പോൾ അത് അനുസരിച്ച് ഇത് എൻ്റെ കൂട്ടായ്മയാണ്, എൻ്റെ കൂട്ടായ്മ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ആരാധനയ്ക്ക് ഞാൻ ചെയ്യുമ്പം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഈ ശുശ്രൂഷയ്ക്ക് നൽകണമെന്നുള്ള ബോധ്യത്തോടുകൂടി അതിനുവേണ്ടി ഒരുങ്ങണം. എല്ലാവരും ഒരു ത്യാഗം എടുത്തുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങി ആ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കണം. പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വ്യക്തിയും ഒപ്പം കൂട്ടായ്മ മുഴുവനും തങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവമഹത്വം അതിൻ്റെ പരിപൂർണതയിൽ അറിയുന്നതിനും ഈ മഹത്വം നമ്മെ മനസ്സിലാക്കി തരുന്നതിനുമായ പരിശുദ്ധാത്മായി പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷ നയിക്കുവാൻ. പ്രൈസ് ആൻഡ് വർഷിപ്പ് എപ്പോഴും ദൈവസ്തുതിക്ക് വേണ്ടി ദൈവലക്ഷ്യം വെച്ച് മാത്രമായിരിക്കണം. അത്യുന്നതനായ സർവാധിപനായ ദൈവത്തോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും കൃതജ്ഞത നിറഞ്ഞ അംഗീകാരത്തിൻ്റെയും ഒക്കെ ഒരു പ്രകടനമാണ് സ്തുതിപ്പ്. അതേസമയം ദൈവിക മഹത്വം നിശബ്ദതയിൽ അനുഭവിച്ച് ധ്യാനിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ ഏറ്റുപറയുന്നതാണ് ആരാധന. നമ്മൾ കണ്ടതാണ്. പിന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതാണ് ദൈവസ്തുതി. ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ പ്രതി നമ്മിൽ നിന്നും ഉയരുന്ന നന്ദിയാണ് സ്തുതിയായി ഉയരേണ്ടത്. ആയതിനാൽ അനുവദിക്കപ്പെട്ട സമയം താങ്ക്സ് ഗിവിങ്ങിനായും യാചനാ പ്രാർത്ഥനകൾക്കായി ഉപയോഗപ്പെടുത്തരുത്. സമൂഹത്തിൽ നിന്നുള്ള നന്ദി പ്രകാശത്തിനെ ആഹ്വാനം ചെയ്യുന്നതിലൂടെ യഥാർത്ഥമായ സ്തുതി ആരാധനയുടെ സമയം നഷ്ടപ്പെടുത്തുന്നു. തിരിച്ചറിയേണ്ട ഒരു പ്രധാന വസ്തുത, പ്രൈസ് ആൻഡ് വർഷിപ്പ് ദൈവത്തിൽ കേന്ദ്രീകൃതമാവുമ്പോൾ താങ്ക്സ് ഗിവിങ് ആൻഡ് പെറ്റീഷൻ നമ്മിൽ കേന്ദ്രീകൃതമാകുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഡയറക്റ്റ് ടുവേർഡ്സ് ഗോഡ് വൈൽ താങ്ക്സ് ഗിവിങ് ആൻഡ് പെറ്റീഷൻ ഈസ് ഡയറക്റ്റ് അറ്റ് സെൽഫ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ അതിനെപ്പറ്റി സംസാരിച്ചതാണ്. അപ്പം സാധാരണ നമ്മൾ കാണുന്നുണ്ട് ചിലർ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ഒരു ഇതിലാകുമ്പോൾ കോൺഗ്രിഗേഷനിലോട് പറയും നമുക്ക് കുറച്ച് സമയം നന്ദി പറയാമെന്നും പറഞ്ഞ് ആൾക്കാരോട് നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ നന്ദി പറയാമെന്നും പറഞ്ഞ് ഇങ്ങനെ നന്ദി പറയിപ്പിക്കും എല്ലാവരെയും കൊണ്ട്. ദൈവം നന്ദി പറയുന്നു. അങ്ങനെ അത് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ആ ശുശ്രൂഷയുടെ ഭാഗമല്ല.
അതിന് നമ്മൾ സമയം കളയരുതെന്നാണ് നമ്മുടെ നിർദ്ദേശം പറയുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പം അത് ദൈവത്തിന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ സ്തുതി കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ താങ്ക്സ് ഗിവിങ് പെറ്റീഷൻ ആകുമ്പോൾ അത് സെൻറ്റേർഡ് ഓൺ അസ് അതാണ് പറയുന്നത്. അതുകൊണ്ട് അത് അത് നമ്മൾ ആ ശുശ്രൂഷയിൽ അത് ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചിലപ്പോൾ അതിന് ചേർന്ന ഒരു പാട്ടൊക്കെ നമ്മൾ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി ചെയ്ത നന്മകൾക്കായി. അങ്ങനത്തെ പാട്ട് ഈ സ്തുതി ആരാധനയുടെ പാട്ടല്ല. അതൊരു നന്ദിയുടെ പാട്ടാണ്. നമ്മൾ നന്ദി പറയണം, പക്ഷേ അത് പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഭാഗമായിട്ട് വരേണ്ട പാട്ടല്ല. അപ്പം പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്തുതിയുടെ എത്രയോ പാട്ടുകളുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്ന എത്രയോ അനേകായിരം പാട്ടുകളുണ്ട്. അപ്പൊ ഇത് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ ആവിർഭാവത്തിൽ, അതിന്റെ തുടക്കത്തിൽ, അതിന്റെ അന്ന് ദൈവചൈതന്യം ഉൾക്കൊണ്ട ലീഡേഴ്സ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അത് ഫോളോ ചെയ്യണം. അപ്പൊ എന്തായി കാലാകാലങ്ങൾ അത് മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള ഡയലൂഷൻസ് ഒക്കെ അതിൽ വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പല രീതിയിലാണ് കാണുന്നത്. നമ്മളിപ്പം കരിസ്മാറ്റിക് പ്രെയർ മീറ്റിങ്ങിൽ മാത്രമല്ല പങ്കെടുക്കും, നമ്മൾ വേറൊരു പ്രെയർ മീറ്റിങ്ങിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ പ്രെയർ മീറ്റിങ്ങിലൊന്നും ഈ ഒരു രീതിയിലല്ല അവർ പ്രെയർ നടത്തുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് പോകും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യരുത്. പിന്നെ ഈ നമ്മൾ സാധാരണ കോർഡിനേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞൊരു 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പം നമ്മൾ ആ വ്യക്തിയോട് സമീപിച്ച് പറയും, അടുത്ത ആഴ്ച ഒന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാവോ? അപ്പം ചെയ്യാമെന്ന് പറയും. അപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പം അദ്ദേഹം കാണുന്നതാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റർ കാണുന്നതാണ് വന്ന് ചെയ്യുന്നത്, അല്ലേ? കാണുമ്പം ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതേപോലെ പുള്ളിക്കാരത്തെയും വന്ന് ചെയ്യും. അപ്പോൾ ചെയ്ത് കഴിയുമ്പം പുറത്തിറങ്ങുമ്പോൾ കുറച്ച് പേര് പറയും വളരെ നന്നായിരുന്നു എന്ന് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരത്തി കൺഫേം ആയി ഇതാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, അപ്പോൾ ഇത് തന്നെ തുടരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത്. അപ്പം എൻ്റെ ഒരു നിങ്ങളോടൊരു അഭിപ്രായം ഉള്ളത്, ഓരോ ഗ്രൂപ്പിൽ കോർ ടീമിന് നിങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാകണം. അപ്പോൾ ഈ ഗൈഡ് ലൈനിൻ്റെ ഒക്കെ ആവശ്യത്തിൽ നിങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിയുമ്പം ഓരോ ദിവസവും അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ചെയ്ത വ്യക്തി കറക്ഷൻ കൊടുക്കണം. കറക്ഷൻ പബ്ലിക്കായിട്ടല്ല കൊടുക്കേണ്ടത്. പബ്ലിക്കായിട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം അത് വേദനയായി മാറും. പക്ഷെ പബ്ലിക്കായിട്ടല്ല, കറക്ഷൻ ആ ടീം കോർഡിനേറ്റർക്ക് വിളിച്ചു പറയാം, അല്ലെങ്കിൽ അതിന് അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്ക് വിളിച്ചു പറയാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നന്നാവും എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ എനിക്കിപ്പം മനസ്സിലേക്ക് വന്നത്, നമുക്ക് അവമതിയിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പുള്ളിക്കാരത്തി നാട്ടിലേക്ക് തിരിച്ചുപോയി. 10-18 വർഷമായിട്ട് അവമതിയിലുള്ള ആളാണ്. അന്നു മുതൽ പണ്ട് നമ്മുടെ മാത്യു അച്ഛനും ജോൺ ക്രിസ്തോസ്റ്റർ അച്ഛനും ഒക്കെ ഉള്ളപ്പം നമ്മുടെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തു. പുള്ളിക്കാരത്തി പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്ന ഇങ്ങനെ വചനം പറയുകയാണ്. ഇങ്ങനെ ഒരു സങ്കീർത്തനം 33:3 ഇങ്ങനെ പറയുന്നു, 34:4 ഇങ്ങനെ പറയുന്നു. പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്തുതിപ്പ്, എന്നിട്ട് ഒരു പാട്ട് പാടുക, അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിയിട്ട് പുള്ളിക്കാരത്തേക്ക് അത് മാറാൻ തയ്യാറായില്ല. കാരണം നിങ്ങളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനിത് ചെയ്യുന്നതാണെന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത്. അപ്പോൾ ഒരു ദിവസം ചെയ്തു, ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വചനം ഷെയർ ചെയ്യാൻ വന്നത് ജോൺസൺ അച്ഛനാണ്, ജോൺസൺ അരശ്ശേരിൽ അച്ഛൻ. അച്ഛൻ കയറി ആദ്യമായിട്ട് തന്നെ പറഞ്ഞു, ഇപ്പം ചെയ്തത് പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ല. മൈക്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഇതല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഇത് വചനം പറയലാണ്. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, വചനം ഷെയർ ചെയ്യാൻ. അപ്പം ഈ സിസ്റ്റർ അത് വലിയ മുറിവായി പോയി പുറത്തിറങ്ങി കരഞ്ഞ്, ഞങ്ങളോടൊക്കെ കരഞ്ഞൊക്കെ പറഞ്ഞു. വളരെ സീനിയർ ആയിട്ടൊരു സിസ്റ്ററാണ്. പിന്നെ ആ സിസ്റ്റർ നമ്മുടെ മീറ്റിങ്ങിലേക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പം അവരെ ഒന്ന് പറഞ്ഞ് സ്വകാര്യതയിൽ കറക്റ്റ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള മാറ്റം നമുക്ക് വരുത്താം. അപ്പം പിന്നെ 5-ാമത്തെ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതായിരിക്കണം പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ലക്ഷ്യവും മനോഭാവവും. സമൂഹത്തെ സജീവനായ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ആ ദൈവവുമായി കൂട്ടായ്മയിലാകുകയും ചെയ്യുക എന്നതായിരിക്കണം പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡറിന്റെ ലക്ഷ്യം. പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആകണം: കർത്താവ് ഈശോയെ, അങ്ങയുടെ മുഖം എന്നിലൂടെ പ്രകാശിക്കട്ടെ, എന്നിലൂടെ ജനങ്ങൾ അങ്ങയെ കാണട്ടെ, അങ്ങയുടെ സ്നേഹവും എളിമയും കൃപയും ജ്ഞാനവും അഭിഷേകവും എന്നിൽ നിറയണമേ. പിന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന പാട്ടുകളിലൂടെയോ വാക്ചാതുര്യത്തിലൂടെ സമൂഹത്തെ പ്രീതിപ്പെടുത്താൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡർ ശ്രമിക്കരുത്. ഇപ്പൊ നമുക്കറിയാം, ചിലര് നമ്മൾ കാണുന്നുണ്ട് വന്ന് കുറേ ടോക്ക് വളരെ കൂടുതലാണ് നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പിൽ. അങ്ങനെ ഒത്തിരിയേറെ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല.
നമ്മൾ ദൈവത്തെ സ്തുതിക്ക് നമുക്കൊരു ഒരു 20 മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ചിട്ടപ്പെടുത്താം അതിൻ്റെ ടൈം. അപ്പം അങ്ങനെ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ടോക്ക് അങ്ങനെ വളരെ വലുതാക്കി പോകേണ്ട കാര്യമില്ല. കൂടുതൽ പാട്ടുകൾ പാടി, ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടി, കൈകൊട്ടി പാടി, സന്തോഷത്തോടെ പാടി, അങ്ങനെ നമ്മൾ ആ സ്തുതി ആരാധനയ്ക്ക് നമ്മൾ ചെയ്യണം. പിന്നെ പാട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ചിലർ പുതിയ പാട്ടുകൾ തന്നെയായിരിക്കും വരുന്നത്. അപ്പം അത് വരുമ്പം നമുക്ക് കോൺഗ്രിഗേഷൻ അത് പാടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പഴയതും പുതിയതും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ശ്രമിക്കാം. പുതിയതും വേണം നമുക്ക്, പക്ഷെ പഴയതിനും വേണം. അപ്പം കാരണം എല്ലാം ഒരുമിച്ച് വേണം. പിന്നെ നമുക്കിപ്പം ഈ ഡിസ്പ്ലേയുടെ ഒക്കെ സഹായം ഉള്ളതുകൊണ്ട് അത് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട് നമുക്ക്. ഭൗമിക തലത്തിൽ നിന്ന് സ്വർഗീയ തലത്തിലേക്ക് ഒരുവനെ നയിക്കുന്നതാണ് സ്തുതി ആരാധന. ദൈവമഹത്വം പ്രകീർത്തിച്ചു പാടി ആനന്ദപൂർണതയിൽ ദൈവത്തെ നാം മുഖാമുഖം കാണണം. ആ ദൈവത്തിൻ്റെ അവർണ്ണനീയ മഹത്വം അനുഭവിച്ച് അവിടുത്തെ നോക്കിയിരുന്ന് ദൈവത്തെ മാത്രം മതി എന്ന ആഗ്രഹത്തോടെ ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനവും മോശയും ദൈവത്തെ സ്തുതിച്ചതുപോലെ ആകണം. നമ്മുടെ ആരാധനയുടെ പരിമിത നിശബ്ദതയിലേക്ക് നയിക്കുന്നു. ദൈവിക സാന്നിധ്യത്താൽ ചാർജ് ചെയ്യപ്പെട്ട നിശബ്ദത നമ്മൾ നേരത്തെ കണ്ടതാണ്. സൈലൻസ് ദാറ്റ് ഈസ് ചാർജ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആഴമേറിയ നിശബ്ദതയാണ് ആരാധനയുടെ പാരമ്പര്യ. പരിശുദ്ധനായ ദൈവത്തെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് അവിടുന്നുമായി ഏറ്റവും അടുത്ത സമ്പർക്കത്തിലാവുന്ന ഒരു അവസ്ഥ. നാം ഒരു രൂപാന്തരീകരണ അനുഭവത്തിലെത്തുന്നു. മറ്റെല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തിന്റെ പ്രകാശ വലയത്തിലായിരിക്കുന്ന അവസ്ഥ. ആകയാൽ ആരാധനയിൽ നിശബ്ദതയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തണം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അതിനൊരു ടൈം കിട്ടിയില്ല. നമ്മൾ ഇവിടെ പ്രീസ വർഷിപ്പ് ചെയ്തപ്പോൾ ആ ആരാധന കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സൈലൻസിലേക്ക് നമ്മുടെ മ്യൂസിക് എല്ലാം സൈലൻറ്റിലായിട്ട് ഒരു 1 മിനിറ്റ് ഒരു സൈലൻസിലേക്ക് വരിക ആരാധന കഴിഞ്ഞ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കണ്ടറിയാൻ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ നമ്മൾ തുറന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനുമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക. അങ്ങനെയാണ്. അതായത് നമ്മൾ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത് ഇസ്രായേലിന്റെ ദൈവം സിംഹാസനം ഒരുക്കിയിരിക്കുന്നത് ദൈവജനത്തിന്റെ സ്തുതിയിലാണ്. അപ്പൊ നമ്മൾ സ്തുതിച്ചു മഹത്വപ്പെടുമ്പം ദൈവം നമ്മുടെ കൂടെ സിംഹാസനം ഒരുക്കി ഇവിടെ വാഴുകയാണ് ചെയ്യുന്നത്. ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനോട് നമ്മൾ ഹൃദയം തുറന്ന് ഇടണം. മുകളിൽ സൂചിപ്പിച്ചതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന പ്രൈസ് വർഷിപ്പ് ശുശ്രൂഷ ഭാഗമായത്. അതിനെ യാചന പ്രാർത്ഥനകൾ പ്രൈസ് വർഷിപ്പിൽ ഉൾപ്പെടുത്തരുത്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് പലപ്പോഴും കാണുന്നതാണ്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയും നമ്മുടെ പ്രൈസ് വർഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്നു. പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടുള്ള പ്രാർത്ഥനകളിൽ പ്രൈസ് വർഷിപ്പിന്റെ ഭാഗമാകരുത്. അതാണ്. പിന്നെ പ്രൈസ് വർഷിപ്പ് നയിക്കുന്നതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് പോവാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോ ഗ്രൂപ്പിലും ആ പ്രൈസ് വർഷിപ്പ് ചെയ്യുന്നത് ഒന്ന് കൂടിയിരുന്ന് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ എങ്ങനെ അതിൻ്റെ കാര്യങ്ങളാണ് ഒരു 16-17 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു പാട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ 28 കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സാധിക്കുന്നിടത്തോളം പേപ്പറിൽ എഴുതി വായിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഒരു ഇനീഷ്യലായിട്ട് തുടങ്ങുന്നവർക്ക് പേപ്പർ വേണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പതുക്കെ അത് മാറണം. അങ്ങനെ നമ്മുടെ ഒരു ദൈവം നമുക്ക് തരുന്ന പോലെ അങ്ങ് പോകണം. അത് സ്തുതിയില അതിൽ കണക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം. ആവശ്യമായ നോട്ടുകൾ എഴുതിക്കൊണ്ട് പോകാം, പക്ഷെ പൂർണ്ണമായും നോട്ടുകളെ ആശ്രയിക്കരുത്. പിന്നെ നമ്മൾ അതിനൊരു അനുബന്ധം കൊടുത്തിട്ടുണ്ട്. അനുബന്ധം 1 സ്തുതിച്ചു തുടങ്ങുന്നതിന് സഹായമായ ചില പദങ്ങളാണത്. നമ്മൾ എല്ലാം സങ്കീർത്തനത്തിൽ എടുത്തിരിക്കുന്ന പ്രപഞ്ച കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ഏകജാതനെ നൽകിക്കൊണ്ട് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങനെ പിന്നെ ഈ സ്തുതിയുടെ ലുത്തീനി അനുബന്ധം 2 കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്തുതിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസ് വർഷിപ്പ് ലീഡർക്ക് അത് ചെയ്യാവുന്നതാണ്. രക്ഷകന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാ നന്മകൾക്ക് ഉപരിയായ നാമമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ജീവന്റെ അപ്പമായ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു 38 ഇങ്ങനെ ഒരു ലിറ്റിനെ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദൈവസ്തുതി ഏറ്റുപറയുന്ന തിരുവചനങ്ങൾ അനുബന്ധം 3. അനുബന്ധം 4 സ്വർഗീയ സ്തുതിഗീതം, അത് വെളിപാടിന്റെ വിളിക്കുന്നു. പിന്നെ സ്തുതിയുടെ സങ്കീർത്തനം, ഇത് നമുക്ക് നമ്മുടെ പ്രൈസ് വർഷിപ്പിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അനുബന്ധം സ്തുതിയുടെ സങ്കീർത്തനങ്ങൾ
നമ്മുടെ ആ സ്തുതിയുടെ സമയത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്. എൻ്റെ ഒരു അഭിപ്രായം, എല്ലാവരും എല്ലാ ഗ്രൂപ്പിൽ ഇതൊന്ന് ഈ ഗൈഡ് ലൈൻ നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യുക, വായിച്ച് മനസ്സിലാക്കി ഒന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് എങ്ങനെ നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറ്റുമെന്നാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതെന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം. ആ അല്ല, അതൊരു വേറൊരു ശുശ്രൂഷയായിട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞില്ല, ഇപ്പം വിഷയവും അനുതാപവും ഒക്കെ നമ്മൾ ഈ സ്തുതി ആരാധനയിൽ അത് നടക്കും. അതാണല്ലോ സിസ്റ്ററുടെ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇത് നടക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ വേറൊരു ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളറിയാതെ തന്നെ നമ്മളുടെ പാപം മാറ്റപ്പെടുന്നു. നമ്മളറിയാതെ തന്നെ നമ്മുടെ രോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം തരുന്നു. നമ്മളറിയാതെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുന്നു. അല്ല, അത് അങ്ങനെ ശുശ്രൂഷകളുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന അനുതാപത്തിന്റെ മാത്രം ശുശ്രൂഷകൾ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിട്രീറ്റ് സെന്ററിലൊക്കെ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇല്ല, നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയിൽ അത് ഭാഗമല്ല. അത് ചെയ്യുന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, അത് ചെയ്യണം. പക്ഷെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ അത് ഭാഗമല്ല. അതെ, കൊടുക്കാം. അല്ല, അത് കൊടുക്കാം. അതെ. അപ്പൊ പുതിയതായിട്ട് വരുന്നവരൊക്കെ ഇത് കൊടുത്തിട്ട് അവരോടൊന്ന് പറയണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അല്ല, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം ഇത് ഈ ഇതിൽ നടക്കും. അല്ലെ, നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ സമയം കാണണം. അത് ഇതിന്റെ ഭാഗമല്ല. സ്തുതി ആരാധന മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്ന ശുശ്രൂഷയുടെ ഭാഗം ഇത് മാത്രമാണ്. അത് നമ്മളൊരു ഇൻട്രഡക്ഷൻ പോലെ നമുക്ക് പറയാം. അത് കുഴപ്പമില്ലല്ലോ, അത് കുഴപ്പം. അതിപ്പം വന്നിട്ട് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് പോകാതെ തന്നെ ഇപ്പം ഇന്നിപ്പോൾ ചെയ്ത പോലെ നിങ്ങളുടെ കുശലമൊക്കെ അന്വേഷിച്ച് എല്ലാവരും ഓക്കെ ആണോ, ഹാപ്പി ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാവരുടെയും ആ ഓഡിയൻസിനെ ഒന്ന് നമുക്ക് കയ്യിലെടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്യാം. അത് കുഴപ്പം.